മദ്രാസ്കാരൻ എന്ന് പറയുന്ന സിനിമയിലെ ഷെയ്ൻ നിഗം ആയിട്ടുള്ള കോംബോ ഇല്ലെങ്കിലും അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സീനിൽ ഓപ്പണിംഗ് സീനിൽ ഷെയ്ൻ ഉണ്ട്. കോംബോ ഇല്ലാന്ന് പറയുന്നത് കോംബോ ഇല്ല, പക്ഷെ ഓപ്പണിംഗ് സീനിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഷെയ്ൻ നിഗമായിട്ട്? കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു മലയാളത്തിൽ നിന്ന് ഷെയ്ന്റെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്. അപ്പം പൊതുവെ ഷെയ്ന് ഒരു നെഗറ്റീവും അതെങ്കിലും അങ്ങനെ ഒരു പബ്ലിസിറ്റി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. അത്യാവശ്യം സിനിമകളിൽ അങ്ങനെ കാണാറുമില്ല, കയറി വരുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പം അതിന്റെ ഫസ്റ്റ് എൻട്രിയാണ്, ഷെയ്നിന്റെ ഫസ്റ്റ് എൻട്രിയാണ് തമിഴ്. അതുകൊണ്ട് ആളെങ്ങനെ ഇല്ല, എനിക്ക് കോംബോ ഇല്ലെങ്കിലും കൂടെ എനിക്ക് ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിലൊക്കെ അവനും അവിടെ വേറൊരു ഷൂട്ട് അത് സെയിം നമ്മളെ പടത്തിന് സെക്കൻഡ് യൂണിറ്റ് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇതല്ല നമ്മുടെ പെരുന്നാൾ ടൈം, നമ്മുടെ നോമ്പ് ടൈമിനാണ് ആക്ച്വലി അവിടെ ഷൂട്ടിംഗ്. അതും പുതുക്കോട്ടയിൽ എന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചൂടുള്ള സമയത്താണ് ഷൂട്ട് നടക്കുന്നത്. പെരുന്നാൾ സമയം നോമ്പെടുക്കും, നല്ല വൃത്തിയായിട്ട് നോമ്പെടുക്കും. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നോമ്പിന്റെ സമയത്ത് പോലും ഫൈറ്റ് സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ അത്രയും എല്ലാരും സെറ്റില് അത്രയും ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഷെയ്ൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഷെയ്നെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ കാണുമ്പോൾ ഞാൻ കാണുന്ന ഷെയ്ൻ അതേ അല്ല. എനിക്ക് ഇത്രയും സെറ്റില് ആ ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഡയറക്ടറായിട്ട് ഫുൾ ക്രൂനായിട്ട് ഷെയ്ൻ നിന്നൊരു രീതി, ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പോലും എനിക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നു എനിക്ക് ഷെയ്ന്റെ ഒരു പെർഫോമൻസ്, അവിടുത്തെ ആ ഒരു രീതി കണ്ടപ്പോ. അവിടുത്തെ ഒരു നമ്മൾ ആ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെയാണല്ലോ, ഇദ്ദേഹത്തിനെ കുറിച്ചാണല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുള്ളൊരു സാധനത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയ ഒരു സാധനമാണ്. ഒരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട ഇതാ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ചില ഇൻഫ്ലുവൻസ് ഇതിലുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം.